പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നിന്റെ പ്രവൃത്തികളെ കാണുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നാം ചിന്തിക്കുന്നു, നമ്മൾ എവിടെയായിരുന്നാലും, നമ്മൾ എന്ത് മേഖലയിലായിരുന്നാലും, നമ്മൾ ആരോടുകൂടെ ആയിരുന്നാലും, നമ്മൾ ആരോടുകൂടെ സംസാരിച്ചാലും, നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്താലും നമ്മെ ആരും കാണുന്നില്ല, നമ്മെ ആരും അറിയുന്നില്ല, നമ്മെ ആർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല, നമ്മുടെ വിചാരങ്ങൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല, നമ്മുടെ ജീവിത രീതി ആർക്കും ഒരിക്കലും വെളിപ്പെടുത്തില്ല, അതാർക്കും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല, നമ്മുടെ വിചാരങ്ങളെക്കുറിച്ച് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യൻ്റെ കണ്ണിനോ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനോ കാണുവാനോ കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത മേഖലയിൽ നമ്മെ അറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ ജീവിതത്തെ അറിയുന്ന, നമ്മുടെ സംസാരങ്ങൾ അറിയുന്ന, നമ്മുടെ ജീവിത ശൈലി അറിയുന്ന, ഏതു മേഖലയിലും മറഞ്ഞു ചെയ്യുന്ന ഏതൊരു രഹസ്യങ്ങളെയും കാണുന്ന ഒരുവനുണ്ട്. അത് സ്വർഗത്തിലെ അപ്പനാണ്. ഏതു വിഷയത്തെയും കാണുന്ന ഒരുവൻ അത് സ്വർഗത്തിലെ അപ്പനാണ്. ആ സ്വർഗത്തിലെ അപ്പൻ്റെ സന്നിധിയിൽ നമുക്കാർക്കും മറഞ്ഞിരിക്കുവാൻ സാധ്യമല്ല. നമ്മൾ ചിന്തിക്കുന്നു, നമ്മളായിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് ചെന്ന് മറഞ്ഞു നിന്ന് പലതും നമ്മൾ ചെയ്യുമ്പോൾ നമ്മെ ആരും അറിയുന്നില്ല. നമ്മളിവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്ന്, നമ്മളവിടെ എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് ആരും അറിയുന്നില്ല. പക്ഷേ പ്രിയ ദൈവമക്കളെ, ആർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെയും നിങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു ഉയരത്തിലെ അപ്പനുണ്ട്, ഒരു ഉയരത്തിലെ ഉടയവനുണ്ട്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ആമേൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നൽകി നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ ഉടയവനും മാത്രമേ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ആ ഉടയവൻ്റെ സന്നിധിയിൽ നിന്നും നമുക്കാർക്കും മറവായിട്ടുള്ള ഒരു രഹസ്യങ്ങളുമില്ല, ഒരു കാര്യങ്ങളുമില്ല, നമുക്ക് മറച്ചു പിടിക്കുവാനേ സാധ്യമല്ല. ഇന്നത്തെ വിഷയം നിന്റെ പ്രവൃത്തികളെ കാണുന്ന ഒരു ഉയരത്തിലെ ഉടയവൻ. അതിനാധാരമായിട്ട് പുതിയ നിയമഭാഗത്ത് ലേഖനഭാഗങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തിക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ഒരു കുടുംബത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും, അതായത് അനന്യാസും സഫീരയും എന്ന 2 പ്രിയപ്പെട്ടവർ, ഭാര്യയും ഭർത്താവും തങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അവർ ദൈവസഭയിൽ അംഗമാണ്, ദൈവവേലയെ സഹായിക്കുന്നവരാണ്, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. പക്ഷേ ഒരു നിമിഷം പിശാച് അവരെ ഹൃദയത്തെ വശീകരിച്ചു. ഒരു നിമിഷം അവരുടെ ജീവിതത്തിൽ സമ്പത്തുകൾ വന്നപ്പോൾ അവരെ മനസ്സൊന്ന് പതറി ദൈവസന്നിധിയിൽ എടുത്തതായ തീരുമാനത്തിൽ നിന്നും ഒരല്പം വ്യതിചലിച്ചു. അവർ ചിന്തിച്ചു, ആരും കാണുന്നില്ല, നമ്മുടേതായ നന്മ നമ്മൾ അല്പം മാറ്റിവെക്കുന്നത്, ആമേൻ, അതാരും കാണുന്നില്ല, നമ്മുടെ പ്രവൃത്തിയെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല. പ്രിയ ദൈവമക്കളെ, പക്ഷേ അവർ ചിന്തിച്ചത് അവരുടെ ജീവിതത്തിൽ അവരെന്ത് പ്രവർത്തിച്ചാലും കാണുവാൻ കഴിയത്തില്ല, മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്നവർ ചിന്തിച്ചു. എങ്കിലും അവരുടെ ജീവിതത്തിൽ മറച്ചു പിടിച്ചതായ സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അഗ്നിജ്വാലയോട് കണ്ണോടുള്ള കർത്താവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അഗ്നി പോലെ ആയിരിക്കുന്ന ദൈവ സാന്നിധ്യം, ആ ദൈവ സാന്നിധ്യത്തിൻ്റെ മുന്നിൽ, ആ ദൈവീക വെളിച്ചത്തിൻ്റെ മുന്നിൽ ഒരു കാര്യവും എനിക്ക് നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ കഴിയത്തില്ല. അത് സകലതും വെളിപ്പെട്ടു വരും. ആ അധ്യായത്തിൽ ഇങ്ങനെയാണ് നമുക്ക്
മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരിക്കൽ അനന്യാസും സഫീരയും ദൈവസഭയിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ അവർ തീരുമാനിച്ചു. അവർക്കുള്ളതായ ഒരു നിലം അവർ വിറ്റു. അവരിങ്ങനെ പറഞ്ഞു, വിൽക്കുന്നുന്നമേ, അവരിങ്ങനെ പറഞ്ഞു, ഇത് വിൽക്കുമ്പോൾ എത്ര വിറ്റ് കിട്ടിയാലും അത് ദൈവസന്നിധി ഞാൻ കൊണ്ടുകൊടുക്കും. അവരാ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു. ആ തീരുമാനപ്രകാരം അവർക്ക് അത് അവരാഗ്രഹിച്ച വിലയിൽ വിൽക്കുവാനിടയായി. വിറ്റ് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന് എതിരായിട്ട് പ്രവർത്തിക്കുവാൻ പൈശാചിക ശക്തി, സമ്പത്തോടുള്ള ദ്രവ്യാഗ്രഹത്തിന്റെ ദുരാത്മാവ് അവരെ ഹൃദയത്തെ ഒരല്പം വശീകരിക്കുവാനിടയായി. ആ വശീകരണത്തിലേക്ക് അവരെ മനസ്സ് വീണപ്പോൾ അവരിങ്ങനെ തന്നെ പറഞ്ഞു, ഇതിൽ നിന്നും ഇത്രയും നന്മ കിട്ടിയല്ലോ, ഒരല്പം എടുത്ത് മാറ്റിവെച്ചിട്ട് ബാക്കി ദൈവസന്നിധി കൊടുക്കാം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ? ദൈവത്തിന് വേണ്ടി നിൽക്കാമെന്ന് നീ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ? ദൈവവേലയെ സഹായിക്കാമെന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ടോ? അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊരു തീരുമാനം നീ എടുത്തിട്ടുണ്ടോ? പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്ക് നിൽക്കാമെന്ന് നീ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ? അല്ല, ജോലിയും സുവിശേഷ വേലയുമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊരു തീരുമാനം നീ എടുത്തിട്ടുണ്ടോ? നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുവാനുള്ള സമയം നീ ദൈവത്തിന് കൊടുക്കാമെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ? നീ പരിശുദ്ധാത്മാവ് എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും നീ അല്പം പോലും വ്യതിചലിക്കരുത്. ഒരല്പം പോലും നീ പിന്തിരിയരുത്. സാഹചര്യങ്ങൾ മാറുമ്പോൾ, നിന്റെ അവസ്ഥ മാറുമ്പോൾ, കുറച്ച് നന്മയൊക്കെ ലഭിക്കുമ്പോൾ നീ ദൈവത്തോട് നിലവിളിച്ചല്ലെങ്കിൽ ആ സമയത്ത് കർത്താവ് നിന്നെ വിടുവിച്ചപ്പോൾ ആ സമയത്ത് നീ എടുത്ത തീരുമാനത്തിൽ നിന്നും നീ അല്പം ഇപ്പോൾ പുറകോട്ട് പോയിട്ട് കർത്താവിന് കൊടുക്കേണ്ട സമയവും കർത്താവിന് വേണ്ടി വേർതിരിക്കേണ്ട തീരുമാനപ്രകാരം പ്രവർത്തിക്കേണ്ടതായ മേഖലയിൽ നിന്ന് നീ പുറകോട്ടാണെങ്കിൽ, ഇന്ന് കേൾക്കുന്ന ദൈവവചന പ്രകാരം പരിശുദ്ധാത്മാവ് നിന്നെ പ്രബോധിപ്പിക്കുന്നു. ഏതെങ്കിലും മേഖലയിൽ ദൈവസന്നിധിയിൽ നിന്നും പരിശുദ്ധാത്മാവിന് വിരോധമായി വ്യാജമായിട്ടുള്ള പ്രവർത്തനങ്ങളിലോ ദൈവീകമല്ലാത്ത ഇടപാടുകളിലോ ബന്ധങ്ങളിലോ നീ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചനത്തിലൂടെ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയുന്നു, പരിശുദ്ധാത്മാവ് പറയും, നിങ്ങൾ മടങ്ങി വരിക. ദൈവവചനത്തിൽ ഒരു വാക്യമുണ്ട്, ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇവിടെ അനന്യാസും സഫീരയും ദൈവത്തോട് തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു. നിലം വിൽക്കുമ്പോൾ ലഭിക്കുന്നതെല്ലാം ദൈവത്തിന് കൊടുക്കാം. നിലം വിറ്റു അവർ ആഗ്രഹിച്ചതിനേക്കാൾ അവർക്ക് നന്മ ലഭിക്കാനിടയായി. പക്ഷേ അവരെന്തുവാണ് ചെയ്തത്? ആ സമ്പത്ത് അവർ കരത്തിലേക്ക് ലഭിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ വ്യാജത്തിന്റെ അനുഭവം, അതായത് പരിശുദ്ധാത്മാവിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആ സമ്പത്തോടുള്ള ദ്രവ്യാഗ്രഹത്തിന്റെ ഒരു ചിന്ത പിശാച് അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തു. അങ്ങനെ അവർ പകുതിയെടുത്ത് അവരുടെ ഭവനത്തിൽ മറച്ചു വെച്ചു. അനന്യാസ് ആദ്യം പത്രോസിന്റെ, അന്ന് ശുശ്രൂഷയിലിരുന്ന ശക്തനായ അഭിഷേകത്തിന്റെ നിറവിൽ ആയിരുന്ന സഭയിലായിരുന്ന പത്രോസ് എന്ന അപ്പോസ്തലനായ പത്രോസാണ് അന്നത്തെ ശുശ്രൂഷയിലായിരിക്കുന്നത്. ആ സമയത്ത് പത്രോസിന്റെ അടുക്കിൽ അനന്യാസ് നിലം വിറ്റതായ സമ്പത്തും കൊണ്ട് കടന്നു പോവുകയാണ്. ആ വചനഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 5-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം, അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ ഇങ്ങനെയാണ്. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീരയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച ശേഷം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്നു വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കുവാനും സാത്താനിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? പത്രോസ് ചോദിക്കുകയാണ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? അതേ ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച്
ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ആ സാഹചര്യത്തിൽ വളരെ ഭക്തിയോടും വിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില നന്മകളും അനുഗ്രഹങ്ങളും, നമ്മൾ ചിന്തിക്കാത്ത ചില വഴികളും വഴിത്തിരിവുകളും നല്ല ബന്ധങ്ങളുമൊക്കെ ലഭിക്കുമ്പോൾ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്നും അല്പം അകലുവാൻ തുടങ്ങും. നാം ദൈവത്തോടെടുത്ത തീരുമാനങ്ങളിൽ നിന്നും പുറകോട്ട് പോകുവാനിടയാകും. കാരണം നമ്മൾ അവിടെ മൂല്യം കൽപ്പിക്കുന്നത്, വില കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കേണ്ട സമയത്തേക്കാൾ നമുക്ക് ലഭിക്കപ്പെട്ട ബന്ധങ്ങളും, നമുക്ക് ലഭിക്കപ്പെട്ട സാഹചര്യങ്ങളും, നമുക്ക് ലഭിക്കപ്പെട്ട സമ്പത്തുകളിലും നമ്മൾ സമയങ്ങൾ വേർതിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ മടങ്ങി വരിക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മേഖലകളിൽ നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ആഗ്രഹിക്കുന്നു. ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഏതെങ്കിലും മേഖലയിൽ പിന്തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ മെസ്സേജിലൂടെ ദൈവാത്മാവ് നിങ്ങളെ ഉണർത്തുന്നു. നിങ്ങൾ മടങ്ങി വരിക. ഏതു മേഖലയിൽ നിന്നാണ് പരിശുദ്ധാത്മാവിന് നിങ്ങൾ അകന്നു പോയോ, ദൈവത്തിൽ നിങ്ങൾ അകന്നു പോയോ, നിങ്ങളുടെ സ്വയ തീരുമാനങ്ങൾക്ക്, സ്വയ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി നിങ്ങൾ അകന്നു പോയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ മടങ്ങി വരിക. കർത്താവ് പറയും, നിങ്ങൾ മടങ്ങി വരിക. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകേണ്ട വ്യക്തിയല്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട, പണ്ടുള്ളവയെ കുറിച്ച് വിചാരപ്പെടേണ്ട. ഇതാ ഞാൻ നിനക്ക് പുതുതായി ഒന്ന് ചെയ്യുന്നു. കഴിഞ്ഞു പോയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടാതെ തെറ്റ് സമ്മതിച്ച് ദൈവസന്നിധി സമർപ്പിച്ച് വീണ്ടും തിരിച്ചു വരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സകല തെറ്റുകളെ ക്ഷമിച്ച് വീണ്ടും കർത്താവിൻ്റെ സന്നിധി നിങ്ങൾ അടുപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഏതെങ്കിലും മേഖല അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ നിങ്ങളെ ഉണർത്തുകയാണ്. നിങ്ങൾ മടങ്ങി വരിക. അനന്യാസും സഫീരയെ നിലം വിറ്റു. കാശ് കിട്ടിയപ്പോൾ ഒരല്പം എടുത്ത് മാറ്റിവെച്ച് പത്രോസിൻ്റെ കാൽക്കൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ദൈവസന്നിധി കൊണ്ടുപോവുകയാണ്. ദൂരെ നിന്ന് വരുമ്പോഴേ പത്രോസ് ചോദിച്ചു, അനന്യാസേ, സഫീരേ, നിങ്ങളുടെ ഹൃദയത്തിൽ സാത്താൻ വശീകരിച്ചതെന്ത്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതെന്ത്? അതേ പ്രിയ ദൈവമക്കളെ, മറവിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട്, നമ്മൾ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. പത്രോസിന് ആരും പറഞ്ഞു കൊടുത്തില്ല. ഇവർ ചെയ്തിട്ട് വരുന്ന തെറ്റിനെ ഉണർത്തിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതിനർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ മറവായിട്ടുള്ള ഒരു കാര്യവുമില്ല, മറച്ചു വെക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുന്നിൽ അത് വെളിപ്പെടും. ഇവർ ഭവനത്തിൽ രഹസ്യമായി മാറ്റിവെച്ചതിനെ കുറിച്ച് പത്രോസിനോട് ആരും വന്ന് പറഞ്ഞില്ല, മറ്റുള്ള ശിഷ്യന്മാരറിഞ്ഞില്ല. പക്ഷെ അവരും ദൈവവുമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ അവർ തെറ്റ് ചെയ്തപ്പോൾ അവരെ കാണുന്ന ഒരു കണ്ണ്, അവരറിയുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ് അത് തിരിച്ചറിഞ്ഞു. ആ ദൈവാത്മാവുള്ള പത്രോസ് ഇവരുടെ ജീവിതത്തിലെ കുറവുകളെ, ഇവർ ചെയ്ത തെറ്റിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസ് എന്ന അപ്പോസ്തലന് ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയാ. അതിനർത്ഥം ദൈവസന്നിധിയിൽ മറവായിട്ടുള്ള ഒരു കാര്യവുമില്ല. നീ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു ദൈവ പൈതലാണോ? ദൈവാത്മാവിന് വിരോധമായി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും സാഹചര്യം നീ അകപ്പെട്ടു പോയോ? നീ മടങ്ങി വാ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നീ കർത്താവിന് വിലപ്പെട്ടതാണ്. നീ കർത്താവിന് ആവശ്യമാണ്. നിന്നെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു അനുഭവം പങ്കുവയ്ക്കാം. ചില വർഷങ്ങൾക്ക് മുന്നമേ ഞങ്ങൾ ഒരുമിച്ച് ഫോൺ കോളിൽ ചിലരുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവമക്കളുമായിട്ട് പ്രാർത്ഥിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയിൽ ഭയങ്കര സ്ട്രഗിൾ ഞാൻ അനുഭവിച്ചു. വല്ലാത്ത അസ്വസ്ഥത എനിക്ക് അനുഭവപ്പെട്ടു.
വല്ലാത്ത വിമ്മിഷ്ടം എനിക്ക് ഉണ്ടായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു, ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ പ്രാർത്ഥന നീ സ്റ്റോപ്പ് ആക്കുക. ഞാൻ പെട്ടെന്ന് ആ പ്രാർത്ഥനയുടെ കോള് ഞാൻ കട്ട് ചെയ്തു. കട്ട് ചെയ്ത നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിലൊരു വ്യക്തി എന്നെ വിളിച്ചു. പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഇതിൽ കൂടി കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോയി. അതായത് ദൈവാത്മാവിന് നിയോഗമില്ലാത്ത ഒരു ക്രമക്കേട് ആ വ്യക്തിയിൽ ഉണ്ടായി. അതുകൊണ്ട് അവരുമായി കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് ഉണർത്തി. അതെ പ്രിയ ദൈവമക്കളെ, ദൈവാത്മാവിന് വിരോധമായി ദുരാത്മാവിൻ്റെ സ്വാധീനം അടുക്കുമ്പോൾ ദൈവാത്മാവിനത് തിരിച്ചറിയുവാൻ കഴിയും. കട്ട് ചെയ്ത നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഫോൺ കട്ട് ചെയ്തു എന്ന് ആ വ്യക്തി തിരിച്ചറിയുവാനിടയായി. ആ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മന് വിരോധമായി ജീവിതത്തിൽ ഒരു തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മേഖലയിലുള്ള തെറ്റുകൾ, കുറവുകൾ ബോധ്യപ്പെടുത്തി പരിശുദ്ധാത്മാവരോട് ക്ഷമിക്കുവാനിടയായി. അതേ പ്രിയ ദൈവമക്കളെ, നാം ചെയ്യുന്ന ഏത് കാര്യങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി നമ്മൾ വ്യാജം കാണിക്കരുത്. ദൈവാത്മാവിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കരുത്. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ആരോ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവസന്നിധി നിങ്ങൾ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും ഉടമ്പടികളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മടങ്ങി വരിക. നിന്റെ ജീവിതത്തോട് ദൈവാത്മാവ് ക്ഷമിക്കുന്നു. പക്ഷേ നിന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നീ മടങ്ങി വരാൻ തയ്യാറാകുന്നുവോ, നിന്നെ ശക്തമായി ഉപയോഗിക്കും. നിന്നെ ശക്തമായി ദൈവം പ്രയോജനപ്പെടുത്തും. നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് വിടുതൽ നൽകും. നിന്റെ അവസ്ഥയ്ക്ക് വിടുതൽ ഉണ്ടാകും. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ വിലപ്പെട്ടവരാണ്. നമ്മുടെ പ്രവൃത്തികളെ കാണുന്ന ഒരു ദൈവം. അനന്യാസും സഫീരയും ചെയ്തത് ഒരു മനുഷ്യനും കണ്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് അറിഞ്ഞു, തിരിച്ചറിഞ്ഞു. ആ ദൈവാത്മാവുള്ള അപ്പോസ്തലൻ്റെ അടുക്കൽ വന്നപ്പോൾ ആ അപ്പോസ്തലൻ വ്യക്തമായിട്ട് ചോദിച്ചു, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിന്നെ പ്രേരിപ്പിച്ചെൻ്റെ ഹൃദയത്തെ വശീകരിച്ചത് ആരാണ്? അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളെ വശീകരിക്കുന്ന വ്യാജ ദുരാത്മാവിൻ്റെ ശക്തികൾ നമ്മെ ആകർഷിക്കുമ്പോൾ നാം തിരിച്ചറിയണം. ദ്രവ്യാഗ്രഹങ്ങൾ വീണു പോകരുത്. ദൈവനിയോഗമില്ലാത്ത വഴികൾ, കുടുക്കുകൾ അകപ്പെടരുത്. ദൈവാത്മാവിനെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വീണു പോകരുത്. നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുക. നമ്മെ അറിയുന്ന ഒരു കർത്താവ്, നമ്മുടെ പ്രവൃത്തികളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. കർത്താവേ, ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി, ഞാൻ എടുത്തതായ തീരുമാനത്തിൽ നിന്ന് അകന്നുപോയി. എന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ പ്രവൃത്തിയെ കാണുന്ന ഒരു കർത്താവുണ്ട്. പരിശുദ്ധാത്മാവെ, എന്നോട് ക്ഷമിക്കണമേ. എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കണമേ. എന്നെ യേശുവിൻ്റെ രക്തത്താൽ ഒന്നുകൂടെ കഴുകി എന്നെ ശുദ്ധീകരിച്ചൊരു ദൈവ പൈതലാക്കി വീണ്ടും എന്നെ നിർത്തണമേ, എന്നെ ഉപയോഗിക്കണമേ എന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സമർപ്പിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി പറയുന്നു. ഈ ശബ്ദം കേട്ട് ഈ വചനപ്രകാരം സമർപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഏതെങ്കിലും മേഖലകളിൽ ദൈവസന്നിധി അവരകന്നു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കുറവുകൾ അവരേറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ആ ഹൃദയത്തെ തൊടണമേ. അവരെ കുറവുകളെ ക്ഷമിച്ച് ആത്മാവെ അങ്ങ് ബലപ്പെടുത്തണമേ, അങ്ങ് ആശ്വസിപ്പിക്കണമേ, ശക്തിയോടെ അവരെ ഉപയോഗിക്കണമേ. അവരെ ബലഹീനകളെ നീക്കി ബലമുള്ള കരങ്ങളിൽ താങ്ങി അവരെ വഴി നടത്തണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്.
ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.